പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് ഞെരടിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരവ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിലൊരു കഷ്ണം വെല്ലവും ചേർത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കരണ്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം ഉലുവയും കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം 2-3 ഉണക്കമുളക് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.